used to be a garden. I would tend to it and keep it looking good. Now here it is abandoned, a monument to the things I should have done different, and the person that I'll never be. This used to be a garden, that was just a... ഇനിയുള്ള ചോദ്യം കുറേ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പം സിനിമാ താരം എന്നുള്ളതിലേക്ക് ബാക്കിയുള്ള ഗ്ലാമും ഗ്ലിറ്റൊക്കെ രസമാണ്. പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു, വിമാനത്തിൽ പോകുന്നു, ഫെറാരി പോകുന്നു, BMW പോകുന്നു. പക്ഷേ ഇതിനുള്ളിലൊരു വെയറിങ് ആയിട്ടുള്ളൊരു വെയർ ആൻഡ് ടയർ ഉള്ളൊരു ലൈഫുണ്ട്. അതായത് ഹോട്ടൽ മുറികളുടെ, എൻഡ്ലെസ് യാത്രകളുടെ, ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, അവിടെ ചെന്ന് സഡൻലി അഭിനയിക്കാൻ പോവുക, രാത്രി 2 മണിക്ക് ഷൂട്ട് ചെയ്യുക, ഭക്ഷണം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മൊത്തത്തിൽ ഹെൽത്ത് ഡാമേജ് ആവാനുള്ള എല്ലാ സാധ്യത, ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് അതേസമയം യുവർ ബോഡി ഈസ് പ്രഷ്യസ് ടു യു ഓൾസോ, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എൻ്റെ ഞാനത് ഒരു ലൈഫിലൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. ഒട്ടും ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അങ്ങനെ റെഗുലറായിട്ട് ഒരു റുട്ടീനോ, ഒന്നാമത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റ് ഷൂട്ടും ഡേ ഷൂട്ടും മാറി മാറിയൊക്കെ വരാം. ചിലപ്പോൾ മലയാളം ഇൻഡസ്ട്രി ആയത് കാരണം കൊണ്ട് കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക, എക്സ്ട്രാ ടൈമൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ 10 മണിക്കൂർ 8 മണിക്കൂറും നല്ല വർക്കിംഗ് ടൈം, ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 36 മണിക്കൂറും ഒക്കെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിലൊരു ഡിസിപ്ലിൻ പിടിക്കുക, പിന്നെ ആക്റ്റീവായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുക. അതായത് വെറും വയറ്റിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ കാലറീസും ബേൺ ആവും, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളും ഭയങ്കര റിഫ്രഷിംഗ് ആണ് നല്ല എയർ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയം. എത്ര മണിക്ക് എഴുന്നേക്കും ബേസിക്കലി? സാധാരണ ഷൂട്ടിന് പോകാനായിട്ട് റെഡി ആവേണ്ട സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ വർക്കൗട്ടിന് പോകാനൊക്കെ ആകുമ്പോൾ ഒരു 7 മണിയൊക്കെയാണ് സാധാരണ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നതിന് ശേഷം നേരത്തെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻസ് കുറവാണ് താരതമ്യേന. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോൾ ഉറക്കം മതിയായിട്ട് എഴുന്നേറ്റ് വർക്കൗട്ടൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ആലോചിക്കുന്നത്, ഫ്രീ ഡേയ്സിലൊക്കെ ഒരു 10 മണിവരെയൊക്കെ കിടന്നുറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ. ഫ്രീ ഡേ ആണെങ്കിൽ പോലും രാവിലെ 9:00 കിടന്നുറങ്ങിയാൽ രാവിലെ 5:30 എണീറ്റ് പോകും. എന്തോരം സമയമാണ് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, എന്തോരം കാര്യങ്ങൾ ചെയ്യാം, എന്തൊരു കോൺസെൻട്രേഷനാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ആകെ കിളികളെല്ലാം എഴുന്നേറ്റുണ്ടാവുള്ളൂ. മനുഷ്യന്മാരൊക്കെ ഉറങ്ങുന്ന സമയത്ത് പുസ്തകം വായിക്കാനാണെങ്കിലും ഒക്കെ ബെസ്റ്റ് സമയം. അതെ, ആ സമയം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരിക്കാൻ പറ്റുക, അതാണ് ഏറ്റവും നല്ലത്. മാർക്ക് വാൾബർഗ് എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, പുള്ളി 4:30 എഴുന്നേറ്റിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാം. 4 AM അങ്ങനെ എന്തോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഡിസിപ്ലിൻ പോലും മാറും. കാര്യം എന്ന് വെച്ചാൽ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ രാത്രി 9:30 വരെ ഷൂട്ട് ഉണ്ടെങ്കിൽ 9:30 കിടന്നുറങ്ങൽ നടക്കില്ല. ഒരു 12 മണി വരെ 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷേ ഉറക്കം മിനിമം ഒരു 7 hours ഉറക്കവും എല്ലാ ദിവസവും എന്തെങ്കിലും വർക്കൗട്ട്, അതായത് വെറുതെ നടക്കുക, ഓടുക, ഒന്നുമില്ലെങ്കിൽ കുറച്ച് റൂമിനകത്ത് തന്നെയാണ് സ്റ്റക്കാണെങ്കിൽ കുറച്ച് പുഷപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഒന്ന് കുറച്ച് കാലറീസ് എങ്കിലും ഒരു ദിവസം ബേൺ ആവണം എന്നുള്ള അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും. ടോവിനൊരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം എവിടെ ചെന്നാലും അവിടെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കും. ഇരിക്കുന്ന സ്ഥലം എക്സാമ്പിളാണ്. ഈ സ്ഥലത്തെ പറ്റി എന്തെങ്കിലും പറയാട്ടോ? ഈ സ്ഥലം ഞങ്ങൾ വന്നിവിടെ 2ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം തന്നെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് നടക്കാനുണ്ട്, കാപ്പിത്തൊട്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇവിടെ പാറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഇതാണ്. ഇപ്പോൾ ഇത് ഞാൻ താമസിക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളതാണ്. രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കും കുറച്ച് നേരം. ഭയങ്കര റിലാക്സിങ്ങും സൂതിങ്ങും ആണ്. അതെന്ന് വെച്ചാൽ 5:30 എഴുന്നേൽക്കുന്നവരോട് ഇവിടെ ഇരിക്കാനും സമയമുണ്ട്. ഞാൻ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ വർക്കൗട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടീസ് എനിക്ക് മിസ്സാവും.
ഞാൻ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, സൂര്യ നമസ്കാരം പോലെ എന്തോ ഒരു സാധനം ചെയ്യുന്നത്. സൂര്യനമസ്കാരം തന്നെയാണ് യോഗ, കുറച്ച് വെറൈറ്റി വേരിയേഷൻ ഒക്കെ കാണാൻ അതല്ലേ കാലൊക്കെ. അല്ല, സൂര്യനമസ്കാരം തന്നെ ചെയ്യാറുണ്ട് ഞങ്ങൾ. അതായത് ഞാൻ എൻ്റെ വർക്കൗട്ട് ഒരിക്കലും ഞാനിപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ ലിമിറ്റ് ചെയ്യണില്ല. നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ മൊബിലിറ്റിയും നമ്മുടെ അജിലിറ്റിയും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മളുടെ ഈ പറയുന്ന പോലെ സ്ട്രെങ്ത്തും ബേസിക്കലി നമ്മുടെ പെർഫോമൻസ് മാറ്റേഴ്സ് മോർ ദാൻ സ്റ്റണ്ടൊക്കെ ചെയ്യാനുള്ള കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ഞാനത് കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ടുകൾക്ക് വെയിറ്റ് ട്രെയിനിങ് ആക്ച്വലി ഒരിക്കലൊക്കെ ചെയ്താലേ എന്നുള്ളത്. ബാക്കി ഞാൻ ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് ട്രെയിനർ ഉണ്ട് എൻ്റെ കൂടെ സ്ഥിരമായിട്ട്. പുള്ളിയുടെ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക, അപ്പോൾ ബോറടിക്കില്ല. ചിലപ്പോൾ മൊബിലിറ്റി ട്രെയിനിങ് മാത്രം ചെയ്യും. ചില ദിവസങ്ങളിൽ ഹിന്ദു പുഷപ്പ്. ഗോതയ്ക്ക് പോയപ്പോൾ ഗുസ്തി പഠിച്ചു, നമ്മുടെ പോയപ്പോൾ കളരി പഠിച്ചു. വേറെ എന്തിനും പോയിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചോ? ചെറിയ ഇപ്പൊ മിന്നലിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വളയറിയിലൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടോ? ഇപ്പൊ ഏതെങ്കിലും ഭാഷകളിൽ ഏതെങ്കിലും നടന്മാർ ഇപ്പോൾ അവർ ചെയ്യും പോലെ ആ പെർഫെക്ഷൻ എന്ന്? ഒരാളല്ല, കുറേ പേരുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഈ ഒരു അവയർനെസ് വന്നത് കുറേ കാലം, സിനിമ വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്നുള്ളതിന് പകരം ആ ജിമ്മിൽ പോകാൻ പറ്റിച്ചേക്കുന്ന 1 മണിക്കൂർ എന്തെങ്കിലും പുതിയതായിട്ടൊരു സ്കില്ല് പഠിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ആഡപ്പായിട്ട് നമ്മളൊരു 10 കൊല്ലം കഴിയുന്ന സമയത്ത് ആ 10 കൊല്ലം ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ നുറുങ്ങുറങ്ങ് സ്കിൽസ് അറിയാവുന്ന ആൾക്കാരാവും. ഗുസ്തി പഠിപ്പിച്ച് ഏതെങ്കിലും ഗുസ്തിക്കാരനാണോ വന്നിട്ട്? അതെ, ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിൽ പട്ടാളത്ത് മിന്നൽ ജോർജ് എന്നിട്ട് മിന്നലാശാന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അവിടെ പുള്ളിയുടെ സ്ഥലത്ത് പോയിട്ടാണ്. സ്വന്തം ജീവിതത്തിൽ ഇപ്പം ചെറുപ്പം മുതലൊരു അഡോളസൻസ് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫിസിക്കലി നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതാണ് ഇത്ര പൊതിഞ്ഞ് ചോദിച്ചത്. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചോദിച്ചത്. ഉണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ആംഗ്രി യങ് മാൻ ബൗട്ട് മനസ്സിനകത്തുണ്ടോ ഒരു ദേഷ്യം സ്വഭാവം? അല്ല, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ ഭയങ്കര കുറവാട്ടോ. ഇപ്പൊ കുറച്ച് ഞാനത് അതിലേക്കാണ് വരുന്നത്. ആക്ച്വലി ഇപ്പൊ ചില സിറ്റുവേഷനിലൊക്കെ ഇപ്പം മറ്റേ സ്പൈഡർമാനിൽ പറയല്ലോ ചിലപ്പം ടോവിനോക്ക് ഇപ്പോ കളരിയും ഗുസ്തിയും ഒക്കെ പഠിച്ച ശേഷം ഒരാൾ വന്നിട്ട് പ്രകോപിപ്പിച്ചാൽ അയാളെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണി അവനെ മലത്തിയടിക്കലാണ്, വേണമെങ്കിൽ അവനൊരു ഇടി കൊടുക്കലാണ്. പക്ഷെ പറ്റൂല, ടോവിനോ നടന്ന് പറ്റൂല. അങ്ങനെ അത് റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താ പറയുക, നമ്മൾ ഇത്രയും വർക്കൗട്ടൊക്കെ ചെയ്ത് ഇത്രയും മറ്റു കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് അപ്പോൾ നമ്മൾ വി ആർ കേപ്പബിൾ ഓഫ് ഹാമിങ് സമൺ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണ്. അതൊരു വേർച്യു ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നമ്മൾ മറ്റൊരാളെ ഇടിച്ച് വീഴ്ത്താനോ അല്ലെങ്കിൽ പൊരുതി നിൽക്കാനോ ഉള്ള കെൽപ്പില്ലാത്ത വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് വീക്ക്നെസ് തന്നെയാണ്. അതൊരിക്കലും ഒരു വേർച്യു ആണ്. അവൻ പാവം, അവനൊരു പ്രശ്നത്തിനും പോകില്ല, അവനെ കൊണ്ടൊന്നും ഒരാളെ ഇടിക്കാനൊന്നും പറ്റുന്നില്ല. അതൊരു വേർച്യു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേർച്യു എന്ന് പറയുന്നത് ഇതിനൊക്കെ കേപ്പബിലിറ്റി ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അതൊരു ക്വാളിറ്റി ആയിട്ട് സെൽഫ് ഡിഫെൻസ് വേണം. അല്ലാണ്ട് നമ്മൾ എന്നെ ആൾക്കാർ ഇടിക്കാൻ വന്നു, ഞാൻ മൊത്തം ഇടിയും കൊണ്ടു, ഞാൻ നല്ലവനാണ് എന്ന് പറയുന്നതിനേക്കാളും എന്നെ ആൾക്കാർ ഇടിക്കാൻ വന്നു, ഞാൻ ഡിഫെൻഡ് ചെയ്തോളൂ, അവരെ അടിച്ചില്ല, വേണമെങ്കിൽ എനിക്ക് അവരെ ഇടിച്ച് തോൽപ്പിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നതല്ലേ ബെറ്റർ ക്വാളിറ്റി. ഞാൻ എൻ്റെ മക്കളെയാണെങ്കിലും ഞാൻ വളർത്തുന്നത് യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. പക്ഷെ ചെയ്യരുത്. അതിപ്പോൾ കരാട്ടയൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന ആശാന്മാർ ഫസ്റ്റ് പറയണതെന്ന് വെച്ചാൽ ഇത് ഒരു മോശം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കിപ്പോൾ കളരിയുടെ ആശാനാണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഈ മേയ്പ്പയറ്റും ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയാത്ത ഒരാളെ ഈസിലി കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷെ അത് ചെയ്യരുത്, അനാവശ്യമായിട്ട് ചെയ്യരുതെന്നാണ്. ഈ ARM ശേഷമോ അല്ലെങ്കിൽ മുമ്പ് ഗോതയ്ക്ക് ശേഷമോ ആരെങ്കിലും നേരിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടോ, കണ്ടിട്ട് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, ഇതിൽ ആശാന്മാരാരെങ്കിലും ഒക്കെ തന്നെ? അത് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു 25% പഠിച്ചാൽ നമുക്കത് സിനിമയിൽ 100% കാണിക്കാം. നമ്മൾ ഒന്നും പഠിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം 25% കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പഠിക്കാൻ മെനക്കെടുന്നത്. നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്, ശരീരം, ബോഡി ഇതൊക്കെ സൂക്ഷിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു.
പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഈ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ബോഡി മസിലുള്ള ഒരാളുടെ ഉള്ളിലുള്ള ഹൃദയം ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. പലപ്പോഴും പലരും ഇപ്പോൾ ഈ അടുത്തൊരു എഡിറ്റർ മരിച്ച കേസൊക്കെ സമയത്ത് പലരും മരിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അറിയുക അയാൾ ഭയങ്കര ഡിപ്രസ് ആയിരുന്നു, വിഷമമായിരുന്നു അവർക്ക്. അപ്പോൾ ഈ സിനിമാ രംഗത്ത് പ്രത്യേകിച്ചും എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒളിമ്പിക്സിൻ്റെ കാര്യത്തിൽ പറയും ഗോൾഡ് മെഡൽ കോംപ്ലക്സ് എന്ന് പറയും. അതായത് ഒളിമ്പിക്സിൽ പോയിട്ട് ഗോൾഡ് മെഡൽ നേടി അന്ന് ആ സ്റ്റേജിൽ നിന്ന് 9 മിനിറ്റിൽ വന്ന ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഡിപ്രഷൻ വരും. ഒരു സിനിമ ഹിറ്റായി ഭയങ്കര അംഗീകാരം കിട്ടി, പിന്നീട് കുറച്ച് ദിവസം ഈ സിനിമയിലേക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലോട്ട് അങ്ങ് പോവാം അല്ലേ, അങ്ങനെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ. അപ്പം അങ്ങനെയൊക്കെ ഒരു മാനസികാരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമയുടെ അകത്ത്, വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? സിനിമയുടെ അകത്തുനിന്നല്ല, മൊത്തത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമുക്ക് കുറേ എവല്യൂഷൻസ് സംഭവിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് എവല്യൂഷൻ നമുക്കൊരു 10 കൊല്ലം കൊണ്ട് സംഭവിക്കേണ്ട ഒരു ഇൻ്റർനെറ്റ് എവല്യൂഷൻ ആ കൊറോണ കാലത്ത് 1.5 കൊല്ലം കൊണ്ട് സംഭവിച്ചു. അതൊരു എവല്യൂഷനിൽ വന്നൊരു ഗ്ലിച്ചായിട്ട് നമുക്കതിനെ കാണാം. ആ ഗ്ലിച്ച് നമുക്ക് ഇതുവരെ നമുക്കതിനെ സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ആ 10 കൊല്ലം കൊണ്ട് നടക്കേണ്ട സംഭവം 1.5 കൊല്ലം കൊണ്ട് നടക്കുകയും ആ 10 കൊല്ലം കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയി വരാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. ഇപ്പോൾ ആളുകൾക്ക് കുറച്ച് കൂടുതൽ ആങ്സൈറ്റിയും ഡിപ്രഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരവരുടെ ഒരു പേഴ്സണൽ ഒരു സർക്കിൾ വേണം, ഈ മെൻ്റൽ ഹെൽത്ത് ഉൾപ്പെടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന. അപ്പം നമുക്ക് എനിക്കുണ്ട്, നമുക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഈ തെറാപ്പിക്കൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് തുറന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒക്കെ ഇത് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ഹോട്ടൽ റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആണ് നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് തോന്നിയപ്പോൾ തൊട്ടാണ്. ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല, കാര്യം ഹോട്ടൽ റൂമിലാണെങ്കിൽ ഞാൻ ഉറങ്ങുന്നത് വരെയും ഐ വിൽ ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ. അതിലടച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ ബോയ്സ് ഹോസ്റ്റൽ വൈബിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഫണ്ണാണ്. നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് കുറേ റിലീസാവുന്നുണ്ട്. രാവിലെ ഒരുമിച്ച് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കിളികളുടെ ശബ്ദമൊക്കെ ഭയങ്കര സൂതിങ് ആണ്. അത് ഒരു മെഡിറ്റേഷനാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറവേതാ എന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് നമ്മളോട് ആരെങ്കിലും അത് ചോദിച്ചപ്പോഴായിരിക്കും അല്ലേ. അല്ലാണ്ട് നമ്മൾ സ്വയം ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചോദിച്ചപ്പോഴായിരിക്കും എനിക്ക് നീല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷൻസ്, അതും ഈ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരോടുള്ള കോൺവെർസേഷൻസ് എന്ന് പറഞ്ഞാൽ പല ഈ തെറാപ്പി പോലെ തന്നെയാണ്. ഈ നമുക്ക് ഒരു കുറേ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഡിപ്രഷനൊക്കെ ഉള്ള മരുന്ന് കഴിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഈ കെമിക്കലി കഴിക്കണം. നമുക്ക് അതല്ലാതെ എങ്ങനെ നമുക്ക് ഡിപ്രഷനിൽ നിന്നൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാം. അതിന് ഈ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ ഒരു വർഷം 25 ദിവസമായി, കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഇതുപോലെ മെൻ്റലി ഡള്ളായി തോന്നി, കരയാൻ തോന്നി, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കരയുകയും ചെയ്യും. അത് അത്രേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ കരയാറുണ്ടോ? അല്ല, അത് സൂപ്പർ ഹീറോ. സൂപ്പർ സ്റ്റാർ മൂത്രം ഒഴിക്കൂലേ, കക്കൂസിൽ പോകൂലേ, കുളിക്കൂലേ, കരയൂലേ? ബോയ്സ് ഡോണ്ട് ക്രൈ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വന്ന കരയുണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത്, ഞാനൊക്കെ എനിക്ക് വിഷമം തോന്നിയാൽ കറിയാം, സ്വാഭാവികമായിട്ട് കറിയാം. സൂപ്പർമാൻ എന്നുള്ള ഇമേജ് കയറി വരുമ്പോഴാണ്. അത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്തല്ലേ നമുക്കറിയാലോ നമ്മൾ ആരാണെന്ന്. പുറത്തുനിന്ന് ആൾക്കാർ നമ്മളെ കാണുന്ന അതേ രീതിയിൽ നമ്മളെ കാണാൻ തുടങ്ങിയ ഭയങ്കര പ്രശ്നമാണ്. അത് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനത്തെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ആ വൾണറബിലിറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ നമുക്ക് അതിന് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആ വൾണറബിലിറ്റി എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യന് ഈ വികാരങ്ങളൊക്കെ ഉള്ളത് നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ പ്രായം അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് ഈ പക്വത എനിക്കൊന്നും ഒരിക്കലും പക്വത വരില്ല എന്ന് വെച്ചേക്കണാണ്. പക്ഷെ പ്രശ്നമാണ്. അല്ല, ഞാൻ പറയുന്നത് തന്തവൈബ് പക്വതയല്ല ഞാൻ പറയുന്നത്. പക്ഷെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത, അത്രേ ഉള്ളൂ.
അതും പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ മുതൽ ഒരു കണ്ണടയൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ട് തത്വചിന്തപരമായിട്ട് സംസാരിക്കുക എന്നുള്ളതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിൽ ഞങ്ങൾ ലുഡോ കളിക്കുന്നതാണ്. ഒരു ബ്രേക്ക് കിട്ടിയ ഉടനെ ബാ കളം നിരത്തുന്നു, ലുഡോ കളിക്കുന്നു. അപ്പോൾ അതിന് പക്വതാന്ന് വിളിക്കാൻ പറ്റില്ല. ബേസിൽ നിന്നുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്ത വൈബ് ആവരുത്, വൈബ് തന്ത. അത് യോഗാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണ്ടേ. അപ്പം ഈ ശവാസനം തുടങ്ങിയ സാധനങ്ങളെ പറ്റി പറഞ്ഞു. റിലാക്സേഷൻ, ഭയങ്കര അടിപൊളിയാണ് റിലാക്സേഷൻ ടെക്നിക്ക്. അപ്പം അങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ തന്നെ. ശവാസനം സാധാരണക്കാർക്ക് കുട്ടികൾക്ക് വരെ ചെയ്യാമല്ലോ. ഗുണമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു അത് നമുക്ക് ഒന്ന് ചുറ്റുമുള്ള എന്താ പറയാ എല്ലാത്തിൽ നിന്നും എന്താ ഒരു കുറേ മണിക്കൂർ ഉറങ്ങി വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു യൂഷ്വൽ പ്രോസസ്? അതിപ്പോ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൈഡഡ് ശവാസനത്തിന്റെ നമ്മൾ ഓരോ ബോഡി പാർട്ടായിട്ട് റിലാക്സ് ചെയ്യുന്നു. മറ്റേ ടോ, കാൽപാദം, കാഫ്, മുട്ട്, തൈസ്, കൈവിരല്, ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്തിട്ട് ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്ഥലം തോന്നില്ല ഇവിടെ ഒന്ന് കിടന്നതിന്റെ ആരും അറിയില്ല. നല്ല നൈസ് അല്ലേ, നല്ല ആംബിയൻസ്. ഇവിടെ ഞങ്ങൾ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്ലീപ്പിംഗ് ബാഗ്സും ടെൻ്റൊക്കെ കൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുട്ടായിട്ട് ഇവിടെ നിന്ന് പോകാറുള്ളൂ. ഞങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ശവാസനമൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. എന്തൊരു കാറ്റും പരിപാടിയൊക്കെയാണ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ കിട്ടും. അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഈ നമ്മളുടെ ഈ മറ്റേ സ്റ്റീരിയോ ഓരോ ലെയറും നമുക്ക് കിട്ടും. ഇങ്ങനെ ഇത് കിളി, മറ്റേ കിളി, അപ്പുറത്തുനിന്ന് പട്ടി.